ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ അനുതപിച്ചു. അത് അവന്റെ ഹൃദയത്തിന് ദുഃഖമായി. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഉൽപ്പത്തി പുസ്തകം 6 അധ്യായം തൊട്ട് 11 അധ്യായം വരെ നോഹയെയും നോഹയുടെ പെട്ടകത്തെയും മക്കളെയും കുറിച്ചാണ്. അതിൽ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് 300 അടി നീളവും 50 അടി വീതിയും 30 അടി ഉയരവുമുള്ള ഒരു പെട്ടകം ആ തലമുറയിലെ മുഴുവൻ പേർക്ക് വേണ്ടിയും നോഹ ഉണ്ടാക്കി. നമുക്കിങ്ങനെ ഊഹിക്കാം, 300 അടി നീളവും 50 അടി വീതിയും 30 അടി ഉയരവുമുള്ള ഒരു 3 നില കെട്ടിടം. കാരണം ആദ്യത്തെ തട്ടിന് 10 അടി ഉയരം, രണ്ടാമത്തെ തട്ടിന് 10 അടി ഉയരം, മൂന്നാമത്തെ തട്ടിന് 10 അടി ഉയരം, 3 നില കെട്ടിടം. ഇതിൽ ഈ മനുഷ്യരെല്ലാവരും കൊള്ളുമോ? അപ്പൊ കർത്താവ് പ്രസംഗിക്കാൻ വിടുമ്പോൾ തന്നെ കർത്താവിന് അറിഞ്ഞുകൂടെ ഇവരെല്ലാം വരത്തില്ലെന്ന്? അങ്ങനെയാണോ? അങ്ങനെയല്ല. ആ തലമുറയുടെ പാപം നോക്കിയാൽ നമുക്കറിയാം കർത്താവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. അവർ എന്ത് പാപമാണ് ചെയ്തത്? ആ തലമുറ എന്ത് പാപമാണ് ചെയ്തത്? യേശു കർത്താവ് ആ തലമുറയെ കുറിച്ച് പറഞ്ഞത്, വെള്ളം വന്ന് എല്ലാവരെയും മൂടിക്കളയുന്നത് വരെ അവരൊന്നും അറിഞ്ഞില്ല. അവർ പിന്നെ എന്തറിഞ്ഞു? തിന്നു, കുടിച്ചു, വിവാഹം കഴിച്ചു, വിവാഹത്തിന് കൊടുത്തു. തിന്നാനും കുടിക്കാനും ജീവിച്ചൊരു തലമുറ. വിവാഹം കഴിക്കുന്നതും വിവാഹത്തിന് കൊടുക്കുന്നതും തിന്നുന്നതും കുടിക്കുന്നതും പാപമാണോ? അല്ല. പക്ഷെ ദൈവത്തെ കൂടാതാകുമ്പോൾ പാപമാകും. കാരണം ഇത്രയും മോഡേണായ, ഇത്രയും റിച്ചായ ഒരു തലമുറയിൽ പോലും ചുറ്റുവട്ടത്തെല്ലാം ഭക്ഷണമുള്ളപ്പോഴും പട്ടിണി കിടക്കുന്ന സമ്പന്നരെ നമ്മൾ കണ്ടു. അവർ ആഹാരത്തിനായി നിലവിളിക്കുന്നത് കണ്ടു. വളരെ മാന്യമായി ജീവിച്ചിരുന്ന നല്ല മനുഷ്യർ അവരുടെ ശത്രുക്കളാൽ ഭാരപ്പെട്ടിട്ട് ഭക്ഷണത്തിന് വേണ്ടി ക്യൂ നിൽക്കുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, കുടിക്കുന്നത്, കല്യാണം കഴിക്കുന്നത്, കല്യാണത്തിന് കൊടുക്കുന്നത്, സന്തതിയെ ജനിപ്പിക്കുന്നത്, ഇതെല്ലാം ദൈവത്തെ കൂടാതാകുമ്പോൾ പാവമാണ്. കല്യാണം കഴിച്ചത് എങ്ങനെയാ? പെണ്ണുങ്ങൾ നോക്കിയത് ആണുങ്ങൾ ശക്തരാണോ നോക്കി. ആണുങ്ങൾ എന്താ നോക്കി? പെണ്ണുങ്ങൾ സൗന്ദര്യമുള്ളവരാണോ നോക്കി. ഇതാണ് പാവമായത്. കർത്താവ് പറഞ്ഞ്, ഞാൻ ഉദ്ദേശിച്ച കുടുംബമാണ്, അതൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. എൻ്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമെന്നും പറഞ്ഞ് അകത്തെ മനുഷ്യനെ നോക്കി ആടിന് കെട്ടേണ്ടത്. ഇപ്പോൾ പുറത്തെ മനുഷ്യനെ നോക്കി കെട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ പ്രശ്നമായി. കാരണം ശക്തി നോക്കി കെട്ടി, വേറെ അതിനേക്കാൾ ശക്തി കൂടിയത് കാണുമ്പോൾ ഇവിടെ ഇടർച്ച വന്നു. സൗന്ദര്യം നോക്കി കെട്ടി, വേറെ സൗന്ദര്യമുള്ളത് കാണുമ്പോൾ അടിസ്ഥാനം ഇളകിപ്പോയി കുടുംബത്തിൻ്റെ. കർത്താവിൻ്റെ ആത്യന്തികമായ പർപ്പസ് ജനങ്ങൾ മറന്നുപോയി. ഏതൻ തോട്ടത്തിൽ നിന്ന് നീയൊക്കെ പുറത്തായില്ലേ, നിന്നെയൊക്കെ അവിടെ എങ്ങനെയെങ്കിലും തിരിച്ചു കയറ്റാമെന്ന് വിചാരിച്ച് ഞാനിരിക്കുന്നു. നിങ്ങൾക്ക് അതേക്കുറിച്ച് വിചാരമില്ല. അബ്രഹാം വാഗ്ദത്തം പ്രാപിച്ചു, ദീർഘക്ഷമയോടിരുന്ന് പ്രാപിച്ചു. അവൻ്റെ സന്തതിക്ക് ലോകാവകാശിയാകുന്നുള്ള വാഗ്ദത്തം കിട്ടി. അവൻ്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടുമെന്ന് വാഗ്ദത്തമുണ്ട്. ഇന്നിപ്പോൾ ദേ കൃപയാൽ അബ്രഹാമിൻ്റെ മക്കളായി തീർന്നിട്ട് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉഴന്ന് വലഞ്ഞാൽ സങ്കടം ദൈവത്തിനല്ലേ? അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം ഒരു യഥാസ്ഥാനത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. പുതിയ നിയമ വിശ്വാസികളായ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം അത് തന്നെ. ഏദൻ തോട്ടം ഇരുന്ന സ്ഥലത്താണ് ഈ പെട്ടകം വെള്ളപ്പൊക്കത്തിന് ശേഷം പോയി ഉറയ്ക്കുന്നത്. അവിടെ തകർന്നൊരു ഫാമിലിയാണ് ദൈവം വീണ്ടും യഥാസ്ഥാനപ്പെടുത്തിയത്. ഒന്ന് പോയെങ്കിൽ 4 ഫാമിലി, 4 ഭാര്യാഭർത്താക്കന്മാരെ കൊണ്ടുവന്നിരിക്കും. പെട്ടകത്തിലോട്ട് കയറുമ്പോൾ നോഹയും നോഹയുടെ പുത്രന്മാരും നോഹയുടെ ഭാര്യയും നോഹയുടെ പുത്രന്മാരുടെ ഭാര്യമാരും എന്നും പറഞ്ഞ പരിശുദ്ധാത്മാവ് പെട്ടകത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇങ്ങനെ എഴുതി വെച്ചു, നോഹയും ഭാര്യയും നോഹയുടെ പുത്രന്മാരും അവരുടെ ഭാര്യമാരും. കണ്ടോ? 1 വർഷം പെട്ടകത്തിലിരുന്നപ്പോൾ കുടുംബജീവിതം യഥാസ്ഥാനപ്പെട്ട കണ്ടോ? അപ്പോൾ ഈ ഓടി നടക്കുക എന്ന് പറയുന്നത് തന്നെ ഇടയ്ക്ക് ദൈവം ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്ന ഇതിനു വേണ്ടിയാണ്. ഇസ്രായേൽ മക്കള് ശബത്ത് കൂടാതെ എന്ന് പറഞ്ഞാൽ ശബത്തിലും അടങ്ങിയിരിക്കാതെ, ദൈവത്തെ ധ്യാനിക്കാതെ, ബൈബിള് വായിക്കാതെ, പ്രാർത്ഥിക്കാതെ, കൂട്ടായ്മ കാണിക്കാതെ ബിസിനസ്സിന് വേണ്ടി ഓടി നടന്നു, സന്തോഷത്തിന് വേണ്ടി ഓടി നടന്നു, കച്ചവടത്തിന് വേണ്ടി ഓടി നടന്നു. ഇവർ വിചാരിച്ച് ഈ കർത്താവ് ഇതൊന്നും അറിയുന്നില്ലെന്ന് കർത്താവ് ഡയറിയിൽ കുറിച്ചിട്ടു. അപ്പോൾ 70 വർഷം തികഞ്ഞിപ്പം ആഴ്ചയിൽ 1 വെച്ച് 70 വർഷം തികയണമെങ്കിൽ എന്തുമാത്രം ലംഘനം നടന്നു. എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് കൊടുത്തു പ്രവാസം. ഇതുപോലെ നമ്മളെ ദൈവം ജോലിയിൽ നിന്ന് ഇടക്ക് മാറ്റി അങ്ങ് നിർത്തും. ചിലപ്പോൾ രോഗക്കിടക്കയിലോട്ടൊന്ന് മാറ്റും. കോപിച്ചിട്ടല്ല, സ്നേഹിച്ചിട്ട്. കാരണം
ഈ ദുഷ്ടന്മാർക്ക് വരുന്ന വിധി തൻ്റെ മക്കൾക്ക് വരരുതെന്ന് ആഗ്രഹമുള്ളത് കൊണ്ട്. അതിൻ്റെ പേരാണ് യഥാസ്ഥാനപ്പെടുത്തൽ. അത് ശിക്ഷയല്ല, ശിക്ഷണമാണ്. ആ ശിക്ഷണത്തിൽ ദൈവത്തോട് കോപ്പറേറ്റ് ചെയ്താൽ ഏദൻ തോട്ടത്തിലേക്ക് വിശ്വാസത്താൽ തിരിച്ചു വരാം, ശബത്ത് അനുഭവത്തിലേക്ക് മടങ്ങി വരാം, ദൈവത്തിൻ്റെ പ്രൊവിഷനിലേക്ക്, പ്രൊട്ടക്ഷനിലേക്ക്, അവൻ തരുന്ന പ്രൊമോഷനിലേക്ക് തിരിച്ചു വരാം. ഏദൻ തോട്ടത്തിൽ പാപം ചെയ്തപ്പോൾ ഇവർ തമ്മിൽ തെറ്റി, ആദവും ഹവ്വയും കൂടെ മാനസികമായിട്ടാകുന്നു. അതുകൊണ്ട് ആ തലമുറ മുഴുവൻ ഇങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ മുഴുവനെ അങ്ങ് നശിപ്പിച്ചു. ഈ ഒരു 4 ഫാമിലിയെ മാറ്റി നിർത്തി. പുതിയ ഭൂമി, ഈ 4 കുടുംബം നോക്കിക്കുക. പിന്നീട് ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഒരു വിള്ളൽ വീഴാൻ ദൈവം സമ്മതിക്കുന്നില്ല. ആകെ നമ്മൾ കാണുന്നത് നോഹയും ഇളയ മകനുമായിട്ടുള്ള ഒരു വിഷയമാണ്, അല്ലാതെ ഒന്നും നമ്മൾ കാണുന്നില്ല. കർത്താവ് കരുതി. പിന്നെ ഈ നശിപ്പിക്കപ്പെട്ട തലമുറയുടെ പാപം എന്താണെന്ന് വെച്ചാൽ, കർത്താവ് ചെയ്തത് നോക്കി അറിയാം. മനുഷ്യനെ മാത്രമല്ലല്ലോ, ഇഴജാതിയെയും മൃഗങ്ങളെയും പക്ഷികളെയും കൂടെ നശിപ്പിച്ചു. കാരണം ഈ ബുദ്ധിമാന്മാരായ മനുഷ്യര്, അല്ലെങ്കിൽ ബുദ്ധി ഉണ്ടെന്ന് ഭാവിച്ച മനുഷ്യര് മൃഗങ്ങളെ ആരാധിക്കാൻ തുടങ്ങി, പക്ഷികളെ ആരാധിക്കാൻ തുടങ്ങി, ഇഴജാതിയെ ആരാധിക്കാൻ തുടങ്ങി. സങ്കീർത്തനങ്ങളിൽ എഴുതിയിരിക്കുകയാണ്, മരുഭൂമിയിൽ വെച്ച് ജനം തങ്ങളുടെ മഹത്തമായവനെ ഒരു കാളക്കുട്ടിയോട് ഉപമിച്ചെന്ന്. മിസ്രയീമിൽ വീര്യപ്രവർത്തികൾ ചെയ്തവനെ ഒരു കാളക്കുട്ടിയോട് ഉപമിച്ചെന്ന്. അതിനേക്കാൾ വലിയ അപമാനം ദൈവത്തിനുണ്ടോ? അപ്പോൾ വിഗ്രഹാരാധന എന്താണ്? ദൈവത്തിനെ വില കുറച്ച് കാണുക എന്നുള്ളതാണ്. ഒരാളിങ്ങനെ പറഞ്ഞു, ഒരു പോലീസുകാരൻ ഒരു പ്രതിയെ തിരക്കിയാടെ വീട്ടിൽ ചെന്നു. അപ്പോൾ പ്രതിയുടെ സഹോദരൻ ഈ പോലീസുകാരന് 100 രൂപ കൊടുത്തു. എന്തിനാ? കൈമടക്കായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഈ പോലീസുകാരൻ ഇത് മേടിച്ച് നോക്കിയിട്ട് 100 രൂപയാണെന്ന് കണ്ടപ്പോൾ തിരിച്ചു കൊടുത്തു, കൈ വെച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഈ സഹോദരൻ വന്നിട്ട് വേറൊരു പരിചയമുള്ള പോലീസുകാരനോട് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞേ, നിങ്ങൾ ഈ 100 രൂപ കൊടുത്തപ്പോൾ അയാൾ അത്ര വില കുറച്ച് കണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. അതുകൊണ്ട് അയാൾ മേടിക്കാം. കൈക്കൂലി കൊടുക്കുന്നെങ്കിലും, ഒരു പാരിതോഷികം കൊടുക്കുന്നെങ്കിലും അതിനൊരു അന്തസ്സ് വേണ്ടേ? അപ്പോൾ ദൈവത്തെ കാളയോട് ഉപമിച്ചു. അപ്പോൾ വിഗ്രഹാരാധനയുടെ ലെവൽ ശ്രദ്ധിച്ചോ? വിഗ്രഹാരാധന എന്താണെന്നുള്ള ഐഡിയ നമുക്ക് പിടികിട്ടിട്ടെ. ദൈവത്തെ നമ്മളങ്ങ് വില കുറച്ച് കാണുന്നതാണ് വിഗ്രഹാരാധന. ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം നമ്മൾ മനുഷ്യന് കൊടുക്കുമ്പോൾ, പൈസയ്ക്ക് കൊടുക്കുമ്പോൾ, രാഷ്ട്രീയത്തിന് കൊടുക്കുമ്പോൾ, സന്തോഷത്തിന് കൊടുക്കുമ്പോൾ, ആ വിഗ്രഹാരാധനയാണ്. ഫലം എന്താണ്? ദൈവത്തെ നശിപ്പിച്ചു കളഞ്ഞു. വീണ്ടും ഒരു ഏദൻ തോട്ടം സൃഷ്ടിക്കുക. അവിടെ 4 ഫാമിലി. അരാരത്ത് പർവ്വതം ഏദൻ തോട്ടത്തിനടുത്ത്. എല്ലാ മൃഗങ്ങളിൽ നിന്നും ഈ 2ആയിട്ട് വന്നു. കണ്ടോ? പുതിയൊരു തുടക്കം. ഇനി പെട്ടകത്തിലായിട്ട് വന്നാലോ? ഹെബ്രായ ലേഖനം വായിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിൻ്റെ ഐഡിയ പിടികിട്ടുന്നത്. വിശ്വാസത്താൽ അതുവരെ കാണാത്തവയെക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് നോഹ തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ടൊരു പെട്ടകം തീർത്തു. കണ്ട, കറക്റ്റാണ്. ഒരു കുടുംബത്തിന് താമസിക്കാനുള്ള പെട്ടകമുണ്ട്, മൃഗങ്ങൾക്കും കയറാം. നമ്മളങ്ങനെ വിചാരിക്കും, പക്ഷെ അങ്ങനെയല്ല. ഈ മുഴുവൻ പേരെയും കുടുംബമായിട്ട് കണ്ടു ഈ മനുഷ്യൻ. അങ്ങനെ പെട്ടകത്തിന് അഥവാ സ്ഥലം കുറവാണെന്ന് തോന്നിയാലും ഈ മനുഷ്യൻ്റെ മനസ്സിന് വലിപ്പമുണ്ടായിരുന്നു. ഈ മനുഷ്യൻ 120 വർഷം പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കുഞ്ഞുങ്ങൾ ജനിക്കുന്നത് ഇദ്ദേഹത്തിന് 500 വയസ്സ് കഴിഞ്ഞപ്പോഴാണ്. എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം കുഞ്ഞുങ്ങളൊക്കെ ജനിക്കുന്നതിന് മുമ്പേ ഒരു 480 വയസ്സ് തൊട്ട് 600 വയസ്സ് വരെ ഈ മനുഷ്യൻ പ്രസംഗിച്ചു. പ്രസംഗം വിത്ത് ഡെമോൺസ്ട്രേഷൻ. പെട്ടകമണി നടന്നുകൊണ്ടിരിക്കുക. മരം വെട്ടുന്നു, ക്ലീൻ ചെയ്യുന്നു, പലകകളാക്കുന്നു, പണിയുന്നു, കൂടെ പണിയാൻ വേറെ ആൾക്കാരെ വിളിക്കുന്നു, അവർക്ക് കൂലി കൊടുക്കുന്നു. അപ്പോൾ ആൾക്കാർ എല്ലായിടത്തും വന്ന് കണ്ടു. എന്നിട്ട് ഇവർ എന്ത് ചെയ്തു? വിശ്വസിച്ചില്ല. വിശ്വസിക്കാഞ്ഞതിന് കാരണം അവർ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു. അവർ പറഞ്ഞു, എന്താ നീ ഉദ്ദേശിക്കുന്നത്? അത് വെള്ളം പൊങ്ങും. വെള്ളം പൊങ്ങിയാണെങ്കിൽ ഞങ്ങൾ മലയുടെ മുകളിലോട്ട് ഓടിപ്പോവും. ചിലർ മലയുടെ മുകളിൽ പോയി ടെമ്പററി ആയിട്ട് ഷെഡൊക്കെ ഉണ്ടാക്കുക. അഥവാ ഇവൻ പറയുന്നത് ശരിയാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് മലയുടെ മുകളിൽ സൂക്ഷിക്കാം. ഇപ്പം തന്നെ നമുക്കൊരു ഔട്ട് ഹൗസ് അല്ലെങ്കിൽ ഒരു ചെറിയ റിസോർട്ട് പോലെ നമുക്ക് ഉണ്ടാക്കി വെക്കാം. ഒരു സ്റ്റോർ ഏരിയ സൂക്ഷിക്കാം മലയുടെ മുകളിൽ. ചില ആൾക്കാർ പറഞ്ഞു, നീ ഈ ബോട്ട് ഉണ്ടാക്കി. ഓക്കെ, ഞങ്ങൾ ഞങ്ങളുടെ വകയ്ക്കൊരു ബോട്ട് ഉണ്ടാക്കാം. അവരവരുടെ വകയ്ക്കൊരു ബോട്ട് ഉണ്ടാക്കി. നിന്റെ കൂടെ കാരണമൊന്നുമില്ലല്ലോ. ഞങ്ങൾ ഞങ്ങളുടെ 8 പേര്, ഞങ്ങൾ 10 പേരുള്ള കുടുംബം, ഞങ്ങൾക്ക് പറ്റിയൊരു ചെറിയ ബോട്ട് ഉണ്ടാക്കാം. അവരുണ്ടാക്കി. ചിലർ പറഞ്ഞ് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ മരത്തിൽ ഏറുമാടം ഉണ്ടാക്കും. അഥവാ വെള്ളം പൊങ്ങിയാൽ ഞങ്ങൾ അതിൽ കയറി താമസിച്ചോളാം. നോഹയെ കളിയാക്കി. ബുദ്ധി കൊണ്ട് ചിന്തിച്ച്, തല കൊണ്ട് ചിന്തിച്ച്, തല കൊണ്ട് ദൈവത്തെ അന്വേഷിക്കാൻ പറ്റുമോ? ഒരു കുടത്തിൽ സമുദ്രത്തിലെ മുഴുവൻ വെള്ളവും ഉൾക്കൊള്ളാൻ പറ്റുമോ? പക്ഷെ ആത്മാവിൽ പറ്റും. മനുഷ്യന് ദൈവം കൊടുത്ത ഏറ്റവും വലിയ ഗിഫ്റ്റാണ് അവൻ്റെ ആത്മാവ്. ഒരുവൻ ആത്മാവിലായാൽ അവൻ ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം വരും. ആകാശത്തെ ചാണുകൊണ്ട് അളക്കാം, ഭൂമിയിലെ വെള്ളത്തെ ഉള്ളം കയ്യിലെടുക്കാം, പൊടിയെ നാഴിയിൽ കൊള്ളിക്കാം. ആ ലെവലിലോട്ട് ഒരുത്തിന് ഉയരും. പക്ഷെ ഇവർ തല കൊണ്ട് അന്വേഷിച്ചു. അതായിരുന്നു അവർക്കുള്ള ശിക്ഷ തന്നെ. കൊരിന്ത്യർ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു, ദൈവം തൻ്റെ ജ്ഞാനത്തിൽ, എന്ന് പറഞ്ഞാൽ ദൈവത്തിനൊരു ബുദ്ധിയുണ്ടല്ലോ, ദൈവത്തിൻ്റെ ബുദ്ധിയിൽ ദൈവം എന്ത് ചെയ്തെന്നറിയാവോ? ദൈവം തൻ്റെ ജ്ഞാനത്താൽ മനുഷ്യരെ അവരുടെ ജ്ഞാനത്തിൽ പിടിച്ചു.
അവർ അവരുടെ ജ്ഞാനത്താൽ അല്ലെങ്കിൽ ജ്ഞാനമെന്ന് പറയുന്ന കാര്യത്താൽ ദൈവത്തെ അറിയായക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിൻ്റെ പോഷത്വത്താൽ രക്ഷിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. അതുകൊണ്ടാണ് വിശ്വാസത്താലുള്ള നീതീകരണം നോഹ പ്രാപിച്ചെന്ന് പറയുന്നത്. ഈ മനുഷ്യൻ വിശ്വസിച്ചു, അന്ധമായിട്ട് വിശ്വസിച്ചു, ബുദ്ധി കൊണ്ട് അളന്നു നോക്കിയില്ല. കർത്താവ് എന്തിനീ അളവ് തന്നു, കർത്താവ് എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നു, ഇത് ഈ നാട്ടുകാർ പറയുന്ന പോലെ ഒരു മണ്ടത്തരമല്ലേ, ഒന്നും ചിന്തിച്ചില്ല. പറയുന്നത് ആരാണെന്ന് നോക്കി അത് ദൈവത്തിന് മഹത്വമായി. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിശ്വാസമുള്ളവർക്ക് സമാധാനം. 5 മാസം ഈ പെട്ടകൊഴുകി നടന്നു. അതൊരു വല്ലാത്ത കാലമായിരുന്നു. പിന്നെ 7 മാസം അതൊരു പർവ്വതത്തിന് മുകളിൽ ഉറച്ചിരുന്നു. അങ്ങനെ 1 വർഷവും 10 ദിവസവും കഴിഞ്ഞിട്ടാണ് ഇവർ ഭൂമിയിൽ വരുന്നത്. ഭൂമിയിൽ വന്നപ്പോഴോ ഭൂമി മുഴുവൻ ഇവർക്ക് സ്വന്തമായി, ഈ കുടുംബത്തിന്. അത് എല്ലാം ഞങ്ങൾക്ക് കിട്ടി, എല്ലാവരും പോയെന്നല്ല പറഞ്ഞത്. യാഗം കഴിച്ചപ്പോൾ സൗരഭ്യവാസന മണത്തിട്ട് കർത്താവ് പറഞ്ഞു, ഇനി ഞാൻ ചെയ്യല. കാരണം നിലവിളിച്ചോണ്ടാണ് യാഗം കഴിക്കുന്നത്. കർത്താവ് ഇനി ഇങ്ങനെ ചെയ്യല്ലേ. വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിക്കുന്നവൻ. എനിക്ക് കിട്ടിയത് ഇഷ്ടമാര് നശിച്ചെന്നുള്ള മനോഭാവമല്ല. കർത്താവേ, കൃപ എനിക്ക് കിട്ടിയല്ലോ, മറ്റുള്ളവർക്കും കൂടെ കിട്ടണേ, ഞാൻ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടല്ലോ, കർത്താവേ ഇനി ആർക്ക് ഈ ദുരന്തം വരല്ലേ, എല്ലാവരെയും രക്ഷിക്കണേ എന്ന് പറഞ്ഞാണ് നിലവിളിച്ചോണ്ട് ആരാധന കഴിച്ചു. വിശ്വാസത്താലുള്ള നീതീകരണം ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഒരു പ്രവൃത്തി കൊണ്ടുമല്ല. കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവന്, ആ വിശ്വസിച്ച് സ്നാനമേൽക്കുന്നവന് കർത്താവ് പെട്ടകത്തിലോട്ട് കയറ്റുകയാണ്. അവൻ സ്വർഗം വാഗ്ദത്തം ചെയ്യുകയാണ്. പത്രോസ് എഴുതി, നോഹയുടെ കാലത്ത് വെള്ളത്തിലൂടെ 8 പേർ രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിന് മുൻകുറി. സ്നാനം ജഡത്തിന്റെ അഴുക്ക് കളയാനായിട്ടല്ല, നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷ. പ്ലെഡ്ജ് ഫോർ എ ഗുഡ് കോൺഷ്യൻസ് എന്ന് പറഞ്ഞാൽ, കർത്താവേ ഞാനിതാ പ്രോമിസ് ചെയ്യുന്നു, ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു, ഞാൻ വിശ്വസിച്ച് എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ചെറിയ കാര്യമാണ്, ബുദ്ധിക്ക് മനസ്സിലാകാത്തതാണ്. പക്ഷെ പെട്ടകത്തെ കയറിയവനും ഒഴുകി നടന്നവനും പിന്നീട് പുറത്തിറങ്ങിയവനും ആരാധന കഴിച്ചവനും മനസ്സിലായി. അതുകൊണ്ട് ഇപ്പോൾ തല കൊണ്ട് അന്വേഷിക്കാതെ ഹൃദയം കൊണ്ട് അന്വേഷിക്കുക ദൈവത്തെ. ആത്മാവ് കൊണ്ട് അന്വേഷിക്കുക, ശുഭഭാവി കിട്ടും, ലോകാവകാശിയാകും. കണ്ടിട്ടില്ലാത്തത്, ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്തത് അനുഭവിക്കാൻ ദൈവം വിളിക്കുന്നു. ഒരു മനുഷ്യനാകുന്നത്, അവൻ അനുഗ്രഹിക്കപ്പെടുന്നത്, അവൻ എന്താണ് ആഗ്രഹമെന്ന് അവൻ്റെ ഹൃദയത്തിൽ തോന്നുന്നത്, തൃപ്തി വരുന്നത് കർത്താവിലാണ്. അതുകൊണ്ട് മടിക്കരുത്. യേശുവിൽ വിശ്വസിക്കുക, സ്നാനപ്പെടുക, കർത്താവിനോട് ചേരുക. ദൈവം അനുഗ്രഹിക്കട്ടെ, സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.